കുഞ്ഞുമണിയെ നീ എങ്ങനെ പോണേ? ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ കുഞ്ഞിച്ചെറുക്കൻ്റെ വാക്സിനേഷൻ ഡേൻ്റെ അന്നത്തെ വിശേഷങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗാണിത്. പോണതിൻ്റെ മുന്നായിട്ട് തന്നെ നമ്മൾ അവൻ്റെ ഹെൽത്ത് കാർഡൊക്കെ ഒന്ന് എടുത്തു വെക്കുവാണ്. ആക്ച്വലി ഈ ഒരു പ്രൈവറ്റ് കാർഡല്ല നമ്മൾ എടുക്കേണ്ടത്, അതായത് പ്രൈവറ്റ് ഹോസ്പിറ്റലിലോട്ടാണ് പോകണമെന്നുണ്ടെങ്കിൽ ഈ കാർഡാണ് വേണ്ടത്. ബട്ട് നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിലോട്ടാണ് വാക്സിൻ എടുക്കാൻ വേണ്ടി പോണത്. സോ അവിടെ ആവശ്യം അമ്മയും കുഞ്ഞെന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബുക്കാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മളത് എടുക്കാൻ മറന്നു കേട്ടോ. പകരം ഈ പ്രൈവറ്റ് കാർഡും പിടിച്ചിട്ടാണ് പോയത്. അതിന് അവരുടെ അടുത്ത് നിന്ന് വയറ് നിറച്ച് കിട്ടുകയും ചെയ്തു. അത് വേറെ വിഷയം. അത് എന്റെ മിസ്റ്റേക്ക് ആണ്, ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നാലും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാം. ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഒട്ടുമിക്ക സ്റ്റാഫിന്റെയും ആറ്റിറ്റ്യൂഡ്, എന്റെ പൊന്നോ, അവരുടെ വിചാരം നമ്മൾ എന്തോ അവരുടെ ചെലവിൽ ചികിത്സ തേടിപ്പോയ പോലെയാണ്. സർക്കാർ ഹോസ്പിറ്റൽ എല്ലാവർക്കും കൂടി ഉള്ളതാണെന്ന് അവർ മനസ്സിലാക്കണില്ല. അപ്പോൾ എനിക്ക് തോന്നിയ പോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അങ്ങനെതാ നമ്മുടെ കുഞ്ഞാപ്പിനെ നമ്മൾ കുളിപ്പിച്ച് സുന്ദര കുട്ടപ്പനാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ എപ്പോൾ വാക്സിൻ എടുക്കാൻ പോവാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഇത് തന്നെയാണ്, കുളിപ്പിക്കുക എന്നുള്ളത്. സൂചി വെക്കാൻ പോണ്ടേ? അമ്പുടോ നോക്കടാ. ഞാനും അനിയത്തിയും കൂടെ കൂടിയിട്ടാണ് കേട്ടോ കുഞ്ഞിച്ചെറുക്കനെയും കൊണ്ട് പോണത്. നമ്മൾ ഓട്ടോയ്ക്ക് വേണ്ടിയിട്ടുള്ള കട്ട വെയിറ്റിങ്ങിലാണ്. പോണ വഴിക്ക് കുഞ്ഞാപ്പി ഭയങ്കര ചിരിയും കളിയൊക്കെ ആയിരുന്നു കേട്ടോ. പാവം, അതിനറിയില്ലല്ലോ അവൻ ഇഞ്ചക്ഷൻ വെക്കാനാണോ പോണെന്ന്. ഇത് ആക്ച്വലി കുട്ടികൾക്ക് 45 ഡേയ്സിൽ കൊടുക്കേണ്ട വാക്സിൻ ആണ് കേട്ടോ. ബട്ട് നമ്മൾ അത് എടുക്കാൻ പോകുന്നത് 75 ഡേയ്സ് ആയപ്പോഴാണ്. അതിനും കിട്ടും അവരെടുത്തുന്ന വയറ് നിറച്ചെന്ന് വിചാരിച്ചു. ബട്ട് 100% അവർ നമ്മുടെ പ്രതീക്ഷകൾ തെറ്റിച്ചിട്ടുണ്ടായിരുന്നു. അവർ നമുക്ക് നല്ല രീതിക്ക് തന്നെ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ടായിരുന്നേ. എത്രയൊക്കെ പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിലും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഒരിക്കലും നമ്മൾ കുഞ്ഞുങ്ങളുടെ വാക്സിനേഷൻ വൈകിക്കരുത് എന്നൊക്കെ നല്ല രീതിക്ക് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ വാക്സിനേഷൻ ക്ലിനിക്കിൽ ഉണ്ടല്ലോ, അൽഹംദുലില്ലാ നല്ല അടിപൊളി സ്റ്റാഫായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. നമുക്ക് ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം പറഞ്ഞു മനസ്സിലാക്കി തരുന്ന കുറച്ച് സ്റ്റാഫുകളായിരുന്നു കേട്ടോ. അതും നമ്മൾ പറയണല്ലോ, അവരുടെ നെഗറ്റീവ് മാത്രം നമ്മൾ പറഞ്ഞാൽ പോരാ, പോസിറ്റീവും നമ്മൾ പറയേണ്ടതാണ്. അങ്ങനെ അവൻ്റെ കുത്തിവെപ്പും പോളിയോ കൊടുക്കലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് അവനൊന്ന് ആശ്വസിപ്പിച്ചതിന് ശേഷം പോവാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. ഇഞ്ചക്ഷൻ വെച്ചിട്ടുള്ള ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അതൊരിക്കലും നമ്മൾ അവർ തരുന്ന പഞ്ഞി വെച്ചിട്ട് തിരുമ്മി കൊടുക്കാൻ പാടില്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് അവിടെ ഇങ്ങനെ ഒന്ന് അമർത്തി പിടിച്ചാൽ മതി. അതേപോലെ തന്നെ ഇഞ്ചക്ഷൻ വെക്കുന്ന ടൈമിൽ നമ്മൾ കാലൊന്നും ശരിക്ക് പിടിച്ചു കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ അമ്മമാരാണ്, നമുക്ക് സങ്കടമൊക്കെ വന്നേക്കാം. എന്തായാലും നമ്മൾ കറക്റ്റ് അത് പിടിച്ചു കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നീഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ആകെ മൊത്തം സീനാവാനും ചാൻസ് ഉണ്ട്. ഇവിടുത്തെ ഫീഡിംഗ് റൂമിന്റെ അവസ്ഥയൊക്കെ ഒരു കഥ ഇക്കാരെന്ന് കരുതിയിട്ട് നമ്മൾ വീട്ടിൽ തന്നെ മിൽക്കൊക്കെ ഇങ്ങനെ ബോട്ടിലാക്കിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കൊച്ചി ഇപ്പൊ പഴയ കൊച്ചിയല്ല എന്ന് പറയും പോലെ ജില്ലാശുപത്രി ഒന്നും ഇപ്പൊ പഴയ ജില്ലാശുപത്രി അല്ലടോ. അതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഏകദേശം ഒരു 2.5 വർഷമൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ ഞാൻ ഈ ഭാഗത്തോട്ട് വന്നിട്ട്. എന്തായാലും സംഭവം സെറ്റപ്പ് ആയിട്ടുണ്ട്. പോരാ നേരത്തെ അവര് നമുക്ക് പാരസെറ്റമോളിന്റെ സിറപ്പൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ 2 ഡേയ്സ് പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ എന്തായാലും ഒരു 6 മണിക്കൂർ ഇടവിട്ട് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുഞ്ഞാപ്പിയുടെ വിശപ്പും കരച്ചിലും എല്ലാം മാറ്റി അവനൊന്ന് കൂളാക്കിയതിന് ശേഷമാണ് നമ്മൾ അവിടുന്ന് തിരിച്ചു പോന്നത്. പിന്നെ നമ്മൾ പെണ്ണുങ്ങളല്ലേ, എത്രയൊക്കെ പോയ കാര്യം സാധിപ്പിച്ചിട്ട് അങ്ങനെ തിരിച്ചു പോരാന്ന് കരുതിയാലും നമ്മളെ കൊണ്ട് അതിനൊക്കത്തില്ല. നമുക്കില്ലാത്ത ആവശ്യങ്ങൾ ഉണ്ടാവൂല കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ അവിടെ അടുത്തുള്ള ഒരു ഫാൻസിയിലോട്ടും കൂടെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ ഇവിടുന്ന് കുറച്ച് ഐറ്റംസ് ഒക്കെ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. ഇതോ അത് രസം, പക്ഷേ രസമുണ്ട്. മെയിനായിട്ട് പാദസരം നോക്കാനാണ് നമ്മൾ വന്നിട്ടുള്ളത്. ബട്ട് ഈ നോക്കിയ പാദസരമല്ല നമ്മൾ എടുത്തത് കേട്ടോ. അങ്ങനെ തന്നെയല്ലേ അത് വരുള്ളൂ. ഒരു 10 വണ്ണം നോക്കിയിട്ട് ആദ്യം ഏതാണോ നോക്കിയത് അതാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. സ്കൂൾ ഷോപ്പിംഗ് നടത്തിയ ടൈമിൽ നമ്മൾ നിഷാപ്പിക്ക് കുട വാങ്ങിച്ചിട്ടില്ലായിരുന്നേ. അങ്ങനെ ആള് വീട്ടിൽ തന്നെ നമ്മളെ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ചുവപ്പ് കുട വേണം എന്നുള്ളത്. ഒട്ടും കുറച്ചിട്ടില്ല, നല്ല കട്ട ചുവപ്പ് കുട തന്നെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ലിപ്സ്റ്റിക്ക് അത് എടുക്കണുണ്ടോ ഇല്ലയോ എന്നതിലല്ല കാര്യം, അതൊന്നും നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു സമാധാനം കിട്ടത്തില്ല കേട്ടോ. മാർസിന്റെ ലോങ് ലാസ്റ്റിക് ആയിട്ടുള്ള ഈ ഖൂബ്സൂരത് കുച്ചിപ്പുടി ലിപ്സ്റ്റിക് ഉണ്ടല്ലോ, ഇത് കുറെ കാലമായിട്ട് ഞങ്ങൾ നോട്ടിട്ടോണ്ടിരിക്കുവായിരുന്നേ.
എടുക്കല്ലേ ഇതെങ്ങനെയല്ലോ അല്ല കയ്യുമ്പോ വെച്ചോന്ന് നോക്കി നോക്ക് കൈമലാക്കി നോക്കി ഫാൻസിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മൾ നേരെ എത്തിയിട്ടുള്ളത് ഇതാ ഈ വെജിറ്റബിൾസ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ 20 രൂപയ്ക്കേ ഉള്ളൂ കേട്ടോ. അങ്ങനെ കുറച്ച് കവറുകളിലാക്കിയിട്ട് അവർ വെച്ചേക്കും. ഈ സമയമൊക്കെ നമ്മളെ കുഞ്ഞിച്ചേർക്ക് നല്ല ഉറക്കത്തിലാണ് കേട്ടോ. പാവം ഇഞ്ചക്ഷൻ വെച്ച ക്ഷീണത്തിലാണ് എന്ന് തോന്നുന്നു. എന്തായാലും അവൻ ഇടങ്ങാറാക്കിയിട്ടുള്ള ഒരു പരിപാടി നമുക്കില്ല. അവനേതായാലും ഉറങ്ങല്ലേ, എന്നാ പിന്നെ ജ്യൂസും കൂടെ അങ്ങ് കുടിക്കാന്ന് വിചാരിച്ച് നിഷുവിനെയും നിഫ്രോനെയും കൂട്ടാതെയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. സോ അവർക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണം. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചതിന് ശേഷം നമ്മൾ ഇതാ നേരെ തിരിച്ച് വീട്ടിലോട്ട് തന്നെ പോകും. ഇന്നത്തെ ഈ ഒരു വ്ലോഗിനെ കുറിച്ചിട്ടുള്ള ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ബോക്സ് വഴി എന്നെ ഒന്ന് അറിയിക്കുക കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.